ഹായ് ആലൂട്ടൻസ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഞണ്ടിന്റെ ഓടാത്ത നാട്ടിലെ തന്നെ പോലത്തെ ഞണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ എല്ലായിടത്തും ഒരേപോലെ പങ്കായം പോലെ ഇരിക്കണം. ഇങ്ങനെയുള്ള പങ്കായം ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്താണ് ടി വി തല്ലിപ്പൊടിച്ചിട്ട് എന്നെ വിളിക്കണമെന്ന് അറിയാൻ പറ്റില്ല. ഒരാൾ ആദ്യമേ നല്ലത് പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെ തുറക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തുറയണില്ല. എന്നിട്ട് എന്നോട് പറയണത് തുറന്നു കൊടുക്കാൻ. കണ്ട നല്ല കൂട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ കറി അങ്ങോട്ട് ഉണ്ടാക്കാം. ഞാൻ കുറെ അതിക്രമിച്ചിരിക്കുന്നു. ഇനി വേഗം കറി വെച്ച് കഴിക്കാം. ഇത് ഞാൻ പ്രാർത്ഥിച്ചു കറിയായിരിക്കും. തുറന്നു നോക്കാട്ടാ. നാണൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി നമുക്ക് സെറ്റാക്കാം അല്ലേ? പിന്നല്ല ആലൂട്ടൻസ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഞണ്ട് ഇന്നൊരു ഞണ്ട് കറിയാണ് അല്ലേ? നിങ്ങളവർക്ക് ഞണ്ടിന്റെ ഓടാത്ത ഞണ്ടാണ്. അതല്ല, ഫ്രോസൺ ഞണ്ടാണിത് കേട്ടാ. ഇത് ചെലപ്പോ ഇന്ത്യന്ന് അതെ, നാട്ടിലത്തെ പോലെ തോന്നി. ഞങ്ങള് ന്യൂസിലാൻഡിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞണ്ട് വെക്കാൻ പോണ കേട്ടോ. ഇതുവരെ നമ്മള് വെച്ചിട്ടില്ല. അപ്പൊ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഞങ്ങളുടെ ആയിക്കോട്ടെ എന്ന് വെച്ച്. അതെ, അപ്പൊ ഞങ്ങളുടെ ഇളയാക്ക് അന്നയ്ക്ക് ഏറ്റവും കൂടുതൽ അല്ലെ കുറെ നാളായി പറയണത് ഞണ്ട്. പിന്നെ പേടിച്ചിട്ടാണ്. ഇത് റിസ്ക് ആണല്ലോ, അതുകൊണ്ട് പേടിച്ചിട്ടാണ്. അപ്പൊ ഇന്നെന്തായാലും ഞണ്ട് കണ്ടപ്പോ എന്തായാലും നമ്മള് വാങ്ങാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇത്തിരി പൈസ കൂടിയ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഇവർക്ക് വീക്കിലി ഇതുണ്ട്, വർക്ക് ചെയ്യണ സ്ഥലത്ത് തന്നെ. അപ്പൊ അവിടെ ഓർഡർ കൊടുത്താൽ അവിടെ നിന്ന് നമുക്ക് കിട്ടും, അവര് മേടിച്ചു തരും. അപ്പൊ ഇന്ന് ഞണ്ട് ഒപ്പിച്ച് ഇനി നമുക്ക് ഞണ്ട് കൊണ്ട് നമുക്കൊരു കറി അങ്ങോട്ട് വെക്കാം. അതെ, ഇത് കണ്ടില്ല, ഇതിങ്ങനെ പാക്ക് ചെയ്യണതൊക്കെ അറിയാലോ. ഇങ്ങനെ പാക്ക് ചെയ്താണ് വരുന്നത്. ഇതിനകത്തുനിന്ന് വെള്ളം തെറിക്കുക. നാട്ടിലെ തന്നെ പോലത്തെ ഞണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ എല്ലായിടത്തും ഒരേപോലെ അല്ലല്ല, അങ്ങനെയല്ല. ഇവിടെ തന്നെ ഒരു ഓറഞ്ച് കളറില്ലേ, മഞ്ഞ കളർ, അങ്ങനത്തെ ഒരു ചൊറിയ പോലെ ഇരിക്കുന്നൊരു. ആദ്യമേ ഞങ്ങള് ഇവിടത്തെ ഒരു ഷോപ്പിൽ ചെന്ന് വലിയ ആഗ്രഹത്തോടുകൂടെ ഞണ്ട് അതാണ് വെക്കാഞ്ഞത് കേട്ടാ. ഞണ്ട് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോഴേ ഈ ചൊറി പിടിച്ച പോലെ ഇരിക്കണം ഞണ്ടിന്റെ പുറത്ത്. പിന്നെ എങ്ങനെ അത് കഴിക്കാൻ? ഇതിപ്പോ നമ്മുടെ നാട്ടിലെ ഞണ്ട് പോലെ തന്നെ. ഇത് കറക്റ്റ്. ഇത് ഒരു അത്യാവശ്യം ഡീസന്റ് ആണ്. കണ്ട ഇത് നല്ലത്. മറ്റേത് ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വട്ടം വട്ടമായിട്ട് ഇങ്ങനെ പാടായിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് നമുക്ക് തോന്നൂല. അത് കാരണം ഞങ്ങള് ഒഴിവാക്കിയത്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഞാനിത് അഴിച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണ വീഡിയോ ഒക്കെ അല്ലേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടേ. ഇത് സത്യം പറഞ്ഞാൽ ഇന്നേ വരെ ഞാൻ ക്ലീൻ ചെയ്യാത്ത ഒരു സാധനമാണ് ഇത് ഞണ്ട്. അപ്പൊ ഇന്ന് അപ്പൊ അങ്ങനെ അറിയാൻ പാടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. പക്ഷെ എന്നാലും വീഡിയോ കുറെ ഉണ്ട്. നമ്മുടെ രീതിക്ക് നീ കഴിച്ചിട്ടില്ലേ? അപ്പൊ നമുക്കതും എല്ലാം കാണിച്ച് നമുക്ക് വേഗം ഒരു ഞണ്ട് കറി വെക്കാം. ഓക്കെ, കാലി വിട്ടുപോയി. റബ്ബർ ബാൻഡ് ഇല്ലാതിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ ലാവശ്യമായിട്ട് റബ്ബർ ബാൻഡ് കിട്ടി. നന്നായിട്ട് കഴുകി എടുത്താൽ മതിയല്ല ഇത്. അയ്യോ, അത് പൊട്ടരുത് കേട്ടാ. കാല് പൊട്ടി പോരുത്. കാലില്ല, അവര് ഇടയ്ക്ക് രണ്ടെണ്ണം മറ്റേ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പൈസ മാറി മാറി.
ജീവനുള്ള പോലെ തോന്നുമല്ല ഇങ്ങനെ ഇരിക്കണമെന്ന്. ഞാനെടുക്കട്ടെ. തെറിപ്പിക്കരുത് കേട്ടോ, ഐസാണ്. വെള്ളം, അതിന്റെ വെള്ളം വായിലോട്ട് വന്നു. ഈ റബ്ബർ ബാൻഡ് ഇതിനകത്ത് ഇങ്ങനെ കയറി ഇരുന്നിട്ടേ പിന്നെ അതിന്റെ പുറമെ ഐസായി ഐസ് കോട്ടിങ് ആയിട്ടിരിക്കുകയാണ്. വെള്ളം വന്നപ്പോഴേ അതെങ്ങനെ. അപ്പൊ നമ്മൾ റബ്ബർ ബാൻഡ് വലിച്ചെടുക്കുമ്പോ ഐസ് വായിലോട്ട് ചാടി കയറും. ആദ്യം ഇത് കണ്ട വിട്ടുപോകും. നമുക്ക് ഇത് ഇതിനകത്തോട്ട് ഇട്ടാ മതിയല്ല. ഇത് ഇനിയിപ്പോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യൊന്നും വേണ്ടല്ല. ഓക്കെ, ഇതുകൊണ്ട് റബ്ബർ ബാൻഡ് ഉണ്ട് ഇതിന്റെ. കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാമെങ്കിൽ ഞാൻ സ്പീഡിൽ ഞാൻ ചെയ്തോളാം. ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുന്നു. പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടപ്പോ എല്ലാത്തിന്റെ നഖം കട്ട് ചെയ്തോളാം. അതായത് ഇതല്ലേ ഈ മുള്ളുവശം, ഈ മുള്ളുവശം, ഈ നഖം പോലെ നിക്കണ ഈ സംഭവം ഇതങ്ങോട്ട് കളയുകയും ഇത് അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഞണ്ട് ക്ലീൻ ചെയ്യണത്. നല്ല രസമല്ലേ ഇത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞണ്ടല്ലേ, ആ ഞണ്ട് ഇഷ്ടമാണ്. പിന്നെ ഈ ഇത് ചെയ്യണതേ ഇങ്ങനെ കണ്ടൊക്കെ പൊളിക്കണുണ്ട്. അത് പൊളിക്കണല്ല, ഇനി കാലിങ്ങനെ ഒടിച്ചൊടിക്കുക ചെയ്യണം. ഈ പാത്രത്തിലോട്ടെല്ലാം ക്ലീൻ ചെയ്ത് അല്ലേ ആ ട്രെയിലോട്ട് വെക്കുക. അല്ല, അപ്പൊ ആ ഒറ്റത്തുള്ളത് എടുക്കുക. ഏത് ഈ ഇതാ? അത് എടുക്കുകയല്ല, അത് വെന്ത് കഴിയുമ്പോ നമ്മള് പൊട്ടിച്ചെടുത്തോളും. അല്ല, ഇത് കട്ട് ചെയ്ത് കളയണ വേണ്ട, അതിങ്ങനെ തന്നെ കിടക്കും. വീഡിയോ അറിയാവുന്ന ആൾക്കാരുടെ അവര് കളിയാക്കും. ഇത് ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചല്ലേ തിന്നണ. അതൊക്കെ അവിടെ കിടന്നു പറഞ്ഞ ഒന്നും വരാനൊന്നും പോണില്ലേ. നമുക്ക് നോക്കാം. അടുത്ത കാലി 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 എല്ലാം ഇങ്ങനെ പിടിച്ചെടുക്കുക. എന്നാ ഞാൻ അങ്ങനെ ഇതൊക്കെ ചെയ്തു തരട്ടെ. ഇതിന് കാലില്ലല്ലോ. കാലതിന്റെ ഒടിഞ്ഞു പോയതോ. അല്ല, കുഴപ്പമില്ല. എന്താ എന്റെ മേത്തോട്ട് കഴിക്കല്ല കേട്ടാ. ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഏത് അത് നീ ഒടിച്ചിടണം. അങ്ങനെ പിന്നല്ലാതെ. അപ്പൊ അതാണല്ലേ പരിപാടി. ഞാൻ ക്ലീൻ ചെയ്ത് ഞാൻ വെട്ടിത്തരുന്നു, നീ ഒടിച്ചിടുന്നു. ഞണ്ടിന്റെ പരിപാടി അത്ര വലിയ പ്രോ അല്ല ഞാനും. അല്ല, ഇനി അടുത്ത പ്രാവശ്യമൊക്കെ ഇപ്രാവശ്യം അറിയാ ഇത് ശരിയാകോ ഇല്ലേ. ശരിയാകായി എന്താണ് അല്ലെന്ന്. അല്ല, വേറൊരു കാര്യം വേണ്ട. ഞണ്ടും പല രീതിയിൽ വെക്കാം അല്ലേ. പുളിയിട്ടൊക്കെ വെക്കുന്നവരുണ്ട്, അല്ലാതെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയായിരുന്നല്ലോ. ഉടമ്പുളി ഇട്ട് വെച്ച ചെമ്മീൻ റോസ്റ്റ് എന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതേ രീതിയിലും വെക്കാം ഇത്. അപ്പൊ വെള്ളം കുറച്ച് ഒഴിച്ചല്ലേ. വെള്ളം ഒഴിക്കണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ പുളി പിടിക്കണമല്ലേ ഇതിന്. അപ്പൊ അതിനുള്ള സ്റ്റെപ്പിന് വെക്കണം. ഞണ്ട് ചെമ്മീനൊക്കെ ഉള്ള ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഇതിപ്പോ നമ്മള് മസാല ഇട്ടുള്ള ഒരു കറിയാണ് വെക്കാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. എടുക്കേ. ഒരു പാട്ട് പാടേ ഇല്ലേ? രണ്ടിനെ പിടിച്ചോണ്ടിരിക്കുമ്പോഴാ പാട്ട് പാടുന്നതിന് ഇതുണ്ട്. അറിയാമെങ്കിൽ പാടാനായിട്ട് കുഴപ്പമില്ല. ഞാൻ പാടി ഇപ്പൊ ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ കളയിക്കണ്ടല്ലോ നോക്കിട്ട്.
അല്ല ഇതുകൊണ്ടാണ് ഇത് ഞണ്ട് ഈ തുഴയണ സാധനമാണെന്ന് തോന്നുന്നത്. ഇത്തിരി വീതി കൂടിയത് അല്ലേ? ഇത് കണ്ട കാല് അത് മറ്റേ എന്താണ് പങ്കായം പോലെ ഇരിക്കണുണ്ട്. ഇങ്ങനെയുള്ള പങ്കായം ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് നമുക്ക് അടിച്ചു പിടിയേ. നമ്മള് കൊറേ ചളി അടിക്കണ്ടല്ലേ? അത് ബോധ്യം ഉണ്ടായാൽ മതി. തെറിക്കല്ലേ? അല്ല ഇത് ബോറടിക്കണം നമ്മക്കല്ലെന്നേ. നമ്മുടെ കൊറേ കുട്ടി സുഹൃത്തുക്കളുണ്ട്. ഇവന്മാര് എന്റെ വീഡിയോ കണ്ടിന്യൂസ് കണ്ടിട്ടിരിക്കും 5-8 പ്രാവശ്യമൊക്കെ. വീട്ടുകാർക്കൊക്കെ പ്രാന്താവില്ല. എന്താണ് TV തല്ലിപ്പൊടിച്ചിട്ട് എന്നെ വിളിക്കണമെന്ന് അറിയാൻ പറ്റില്ല. ഇത് പെട്ടെന്ന് ഇനി ഇതിലുണ്ടല്ലേ പണി. ഇത് പൊട്ടിക്കണേ, തുറക്കണത് അത് ഞാൻ തുറന്നുതരാം. അപ്പക്കറിയാ അല്ല കാണിച്ചു തന്നാ നീ ചിലപ്പോ അത് പിടിച്ച് വലിച്ചാ പോരിയല്ലോ. പിന്നെ നോക്ക്, എനിക്കിതിന്റെ ബലം അറിയില്ലല്ലോ. ഇതാണോ? ഇതും ഇതിനപ്പുറവും. അതെ, ഇതൊക്കെ കളയണം അല്ലേ? അതിങ്ങനെ തുറക്കണം ആദ്യം. ഇതിങ്ങനെ തുറന്നിട്ട് അതെ കളഞ്ഞില്ലേ? എന്നിട്ട് ഇവിടെ ഇത് സിമ്പിള്. അതായത് എവിടെയായിരുന്നു ഇത്? ഈ വശം, ഈ വശം കണ്ട, ഈ വശം ദേ ഇങ്ങനെ കാണിക്കട, ഇതിലോട്ട് കറക്റ്റ് കാണിച്ച് ഈ വശം ദേ ഇങ്ങനെ പിടിച്ച് ദേ ഇങ്ങനെ അങ്ങോട്ട് അകത്തുക. പൊന്നുണ്ടാന്നൊക്കെ നോക്കട്ടെ. ഇത് അകത്ത് അയ്യോ നാട്ടില് ചുമരക്കളറിലൊക്കെ കാണുമായിരുന്നു. ഇതിനൊന്നും ഇല്ലല്ലോ. കുറെ ചെള്ള ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇതെന്താണ്? അതാണ് അതിന്റെ ചെകിള. ഇത് കളയും, അത് കളയും. ഇതിങ്ങനെ കളഞ്ഞ് നാട്ടിലെ ഞണ്ടൊക്കെ ഇങ്ങനെ ഈ വശം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടപ്പോഴത്തേനും നല്ല റെഡ് കളറായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ഈ സംഭവേ. അതെ, ഇതൊക്കെ വെറുതെ മരവിച്ചിരിക്കുന്നു തോന്നുന്നു. ഇത് ക്ലീൻ ചെയ്തോ? എനിക്കറിയില്ല. ഇതിൽ വെച്ചാ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇവിടുത്തെ അഴുക്കൊക്കെ എടുത്ത് കളയണം. എന്നിട്ട് ഇതിങ്ങനെ ചുമ്മാ രണ്ടാക്കിയാൽ മതിയല്ലേ ജോലി? ഇത് ചെറുതാക്കിയൊന്നും വേണ്ട. വെറുതെ ഇതാ ഞാൻ കണ്ട വീഡിയോയില് കട്ട് ചെയ്യണേ ഇല്ല. കട്ട് ചെയ്യണ്ടേ? അല്ലേ, കട്ട് ചെയ്തേക്കാം അല്ലേ? നമ്മള് 2 കഷ്ണാക്കി ഇടാം. കഴുകുമ്പോ അഴുക്കൊക്കെ പൊക്കോളായിരിക്കും. നമുക്ക് ഇതിനകത്ത് പറഞ്ഞ ഇപ്പൊ ബോറടി അല്ലേ? ഇപ്പൊ ഇന്നാണെങ്കിൽ വിറ്റൊന്നും മഞ്ഞില്ല. അതല്ല പിന്നെ നമുക്ക് ബിഗ് ബോസിൽ പറഞ്ഞ ആ സംഭവം പറഞ്ഞാല അരുതരുത് കുതിര. ഞാൻ പറയട്ടെ? 1 പ്രാവശ്യം പറയണം, 3 പ്രാവശ്യം പറയണം? അരുതരുത് കുതിര, മുതിരരുത് കുതിര, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. അല്ലേ? ഞാൻ അവിടെ ഞാൻ 3 പ്രാവശ്യം എടുപ്പിച്ചോട്ടെ. അരുതരുത് കുതിര, മുതിരരുത് കുതിര, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. അരുതരുത് കുതിര, മുതിരരുത് കുതിര, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. അരുതരുത് കുതിര, മുതിരരുത് കുതിര, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. നീ പറഞ്ഞു. ഇത് ചെയ്യാൻ പറ്റണില്ല. നീ പറഞ്ഞേ. ഓ എന്റെ കൈ. അരുതരുത് മുതിരേ. ഓക്കെ, താങ്ക് യു. നിർത്തിക്കോ. എന്റെ കൈ ഫ്രോസൺ ആയിരിക്കും. ഞാൻ പറയാം. അരുതരുത് കുതിരേ, മുതിരരുത് കുതിരേ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരേ. അതൊക്കെ മതി. അരുതരുത് കുതിരേ, മുതിരരുത് കുതിരേ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരേ. മുതിരരുത് കുതിരേ. ഓക്കെ, അപ്പൊ ജയിച്ചു. ആൽവിൻ പറയണ്ടാടാ. ഇടുക്കിയിരിക്കും. ഞാൻ ചെയ്തോളാം. പപ്പ ഒന്ന് പൊക്കെ, ഗ്ലൗസ് ഇടാതെ. ഇതിനകത്ത് ഉണ്ടാവല്ലോ എടുക്കാൻ. അതിന്റെ അകത്ത് ഉണ്ടെന്നേ, ഞാനത് നോക്കണത്. കണ്ട ഇങ്ങനെ എടുക്കുമ്പോ കുറച്ച് ഇരിപ്പുണ്ട്. അതൊക്കെ എടുക്കുവാന്നറിയില്ല. അതൊക്കെ എടുക്കണം. നോക്കാം.
ക്ലീൻ ചെയ്യണ കാര്യത്തിൽ ഇപ്പൊ നമുക്ക് അത്ര വലിയ അല്ലേ ഒരു ഐഡിയ ഇല്ലായികയല്ല, ഇതിൽ അഴുക്കെല്ലാം വേസ്റ്റ് കളയാൻ. എന്നാലും ചെയ്യാത്തോണ്ട് കറി നമ്മൾ വെക്കും. ക്ലീനിങ്ങിന്റെ കാര്യം ആരും ഞങ്ങൾ അനുകരിക്കണ്ട അല്ലേ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വലിയ കാര്യമായിട്ട് പെടുത്തില്ല. പറ്റാവുന്ന അഴുക്കെല്ലാം കളയാനുണ്ട്. പിന്നെ എന്തായാലും തട്ടിപ്പോകൊന്നുമില്ലല്ലോ അല്ലേ. ഓ പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയണത്. ഒരാൾ ആദ്യമേ നല്ലത് പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെ തുറക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തുറയണില്ല. എന്നിട്ട് എന്നോട് പറയണത് ഇത് തുറന്നു കൊടുക്കാൻ. എന്ത് കഷ്ടമാണ് ഇത്. പക്ഷെ ഇതിനില്ല, അതാ ഒരു ചെറിയ ഒരു നാക്കാണ്. എന്റെ കൈ വേദന തുറന്നു തന്നാ മതി, ബാക്കി ഞാൻ ചെയ്തോളാം കേട്ടാ. തുറന്നു കഴിഞ്ഞപ്പോ ആൾക്കാരുടെ സ്വഭാവം മാറിയിരുന്നു. തുറന്നു വെച്ചോ, അതും കൂടി തുറന്നു വെച്ചോ. ഓക്കെ, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കൈ കഴുകട്ടെ. എല്ലാം ക്ലീനാണ്. അപ്പൊ എല്ലാം ക്ലീൻ ചെയ്തിട്ട് കാണാം. എത്ര പ്രാവശ്യം കഴുകണം? ഒത്തിരി 2-3 പ്രാവശ്യം കഴുകി എടുക്കാം. നല്ല ലാവിഷായിട്ട് കഴുകിയാണ്. ഉരുളിയിൽ നല്ല വെള്ളമൊക്കെ വെച്ചല്ലേ. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം മൊത്തം 3 പ്രാവശ്യം കഴുകിയെടുക്കാം കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഉടനെ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. ഓക്കെ, ക്ലീനായ ഒരു പ്രാവശ്യം കൂടെ കഴുകിയേക്കാം അല്ലേ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾ നന്നായിട്ട്, ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഞണ്ടൊക്കെ നന്നായിട്ട് കഴുകി കണ്ട നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി അങ്ങോട്ട് ഉണ്ടാക്കാം. ഓക്കെ, സമയം കുറേ അതിക്രമിച്ചിരിക്കുന്നു. ഇനി വേഗം കറി വെച്ച് കഴിക്കണം. ഓക്കെ, എന്നാ നമ്മൾ ഈ ഉരുളി തന്നെയാണ് കറി വെക്കണത് കേട്ടോ. എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും കാണാനൊക്കെ സൗകര്യമുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇവിടെ മൺചട്ടി ഉണ്ട്, അതിനകത്ത് വെക്കാനില്ല. ഇപ്പോൾ ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതലുണ്ടല്ലോ, അപ്പോൾ ആ ചട്ടിയിൽ കൊള്ളിയല്ല, അതാണ്. അപ്പോൾ ഓക്കെ, ചട്ടി ചൂടാകട്ടെ. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണേ. കടുകും ഇതൊന്നും ഇടാനില്ല, പെരിഞ്ചീരകം. ഇനി 2 സവാള അരിഞ്ഞത്, പിന്നെ ഒരു ഇച്ചിരി വലിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്, കുറച്ച് കരിവേപ്പില അല്ല കറിവേപ്പില, ഇതെല്ലാം കൂടെ കഴിച്ചുള്ളൂ. അതെ അതെ, അല്ല ഇത് നമ്മളിത്തിരി മസാലയൊക്കെയാണ് ഉണ്ടാക്കണം, അല്ലാണ്ട് ഇതെല്ലാം കൂടെ വാട്ടി പേസ്റ്റ് അടിച്ചൊക്കെ ഉണ്ടാക്കാം അല്ലേ. അതിപ്പോ മസാല കുറവായിരിക്കും, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് സവാള ഒന്ന് വാട്ടിയെടുക്കാം. നമ്മൾ ആദ്യമേ കുറെ വർത്താനം പറഞ്ഞ് കുറെ സമയം പോയി. അപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. വേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഇതിനകത്ത് കയറി പിടിക്കണത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഒരു ഐറ്റം ഇട്ട് കൊടുക്കാം, എന്നിട്ട് മസാല ഇടാം. ഒരു 2 തക്കാളി അരിഞ്ഞത് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ കോക്കനട്ട് ക്രീം ഇടണം കേട്ടോ ഇതിൽ, അതുകൊണ്ടാണ് തക്കാളിയൊക്കെ ഇടണത്. അപ്പോൾ തക്കാളിയും കൂടെ ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് മസാല സാധനങ്ങൾ ഇടാം. തക്കാളി വാട്ടിയെടുക്കാം കേട്ടോ. ഇതുണ്ടോ, തക്കാളിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കിടന്ന് മൊരിയണം. മൊരിഞ്ഞ് നല്ല അല്ലേ നന്നായിട്ട് വാടി വെള്ളമയം പച്ചച്ചൊവയൊക്കെ മാറണം. പെട്ടെന്ന് ആ പുക അടിച്ചിട്ട് ഇങ്ങനെ
സെറ്റായി. അപ്പോൾ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്രീമിട്ട് തേങ്ങ പാലിനകത്ത് കോക്കനട്ട് ക്രീമിനകത്ത് കിടന്ന് നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ. അതേ കുറച്ച് മഞ്ഞപ്പൊടിയുണ്ട്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് മല്ലിപ്പൊടി മതി, കുറച്ച് ഗരം മസാല, ഇപ്പം നമ്മൾ ഇത്ര ഇടണുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടെ ഇടണം. ഞണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാട്ടോ. ഇത് മസാലയൊക്കെ നന്നായിട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് വേണേൽ മിക്സിയിൽ പേസ്റ്റ് ആക്കിയിട്ട് ഇടാം. അപ്പോൾ ഈ സവാളയൊക്കെ പെറുക്കി മാറ്റണം. ഇപ്പം ഞങ്ങൾ പിള്ളേർ ഇളയവൾ സവാളയൊക്കെ പെറുക്കി മാറ്റിയിട്ടേ കഴിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് പണി കൊടുക്കാണ്ട് നമുക്കിത് മിക്സിയിൽ അരച്ച് നമുക്ക് ഇടാം. അപ്പം അതൊന്നും മാറ്റാൻ പറ്റില്ല. നമ്മളിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ ഇടിയേ. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയ്ക്കുള്ള ഉപ്പിടാം. അത് കഴിഞ്ഞ് കറിക്കുള്ളത് പിന്നെ ഇടാം. അപ്പം നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഞണ്ടിനെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഞണ്ടിൻ്റെ ഉപ്പും കൂടെ, ഞണ്ടിനാവശ്യമുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇടാം കേട്ടോ. ഇനി നമുക്ക് കറി ആയി കഴിയുമ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇടാം. വെള്ളമൊന്നും ഒഴിക്കാനില്ല, ഞണ്ടിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമായിരിക്കും, ഇറങ്ങും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇടാം. എന്തൊരു ഐശ്വര്യം. വീട്ടിലൊക്കെ നിന്നപ്പോൾ പണ്ട് അമ്മച്ചിയൊക്കെ ഞണ്ടും ഇതൊക്കെ ഉണ്ടാക്കി തന്നപ്പോൾ ഈ കഷ്ടപ്പാട് വല്ലതും പറഞ്ഞ. അല്ല, ഞണ്ടിന് ആക്ച്വലി വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലല്ലേ? കഷ്ടപ്പാടുണ്ട്. എന്തെന്നു? ഞണ്ട് ഇങ്ങനെ ഇത് പൊട്ടിച്ച് എടുക്കണ്ടേ? നാട്ടില് ഫ്രഷ് ആയിട്ട് വരുമ്പോ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു പാടാണെന്ന് തോന്നുന്നു ഇതൊക്കെ ചെയ്തിട്ട്. പിന്നെ ഇത് അന്നേരം നമുക്ക് ഇപ്പൊ ഇതിനകത്തോട്ട് വേണമെങ്കിലും പുളി ഇടണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് 2 കഷ്ണം പുളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഇത് കറി പല രീതിയിൽ വെക്കാല്ലേ, എങ്ങനെ വെള്ളം വെച്ചാൽ എല്ലാം ടേസ്റ്റാണ്. ഇപ്പൊ ഇതില് വെള്ളമാകും. അപ്പൊ അതിനകത്ത് 2 പുളി കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ രുചി കൂടിയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു പുളി ഇടണം. നമുക്ക് അതിന്റെ ടേസ്റ്റ് അങ്ങനെ തന്നെ അറിയണം. പച്ചക്ക് പോലെ അല്ല ശരിയല്ലേ? അത് ശരിയല്ലല്ലോ അപ്പൊ പറഞ്ഞേ. അത് ഈ ഇറച്ചിക്ക് നമ്മൾ ഈ മസാല ഇടാതെ എടുക്കുമ്പോ ഒറിജിനലായിട്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ ഗ്രില്ല് ചെയ്യുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഇറച്ചി ഇപ്പൊ ബീഫായാലും നമ്മൾ മസാല ഇട്ട് ഇറച്ചിയുടെ ടേസ്റ്റ് കളഞ്ഞല്ലേ ശരിക്കും കഴിക്കണത്. അപ്പൊ മസാലയുടെ ടേസ്റ്റിലാണ് കഴിക്കുന്നത്. ഇറച്ചി കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇറച്ചി ചുട്ട് കഴിക്കുമ്പോൾ അതിന് ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും അല്ലേ, ആ 2 ഐറ്റമാണ് ഇവിടുത്തെ ടീമൊക്കെ ഈ കാട്ടിലൊക്കെ പോയി ഗ്രില്ല് ചെയ്യുന്നു. അല്ലെങ്കിൽ അത് ചുട്ടെടുത്തിട്ട് അതിന്റെ അകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി അങ്ങനെ തന്നെ പൊക്കത്തോട് ഇടുന്നു, കുറച്ച് ഉപ്പ് വിതറുന്നു, കഴിക്കുന്നു, ചുട്ട് കഴിക്കുകയാണ്. അതാണ് ഒറിജിനൽ ഇറച്ചിയുടെ ടേസ്റ്റ്. അതെല്ലാത്തിനും ബാധകമാണ്. കണ്ട എല്ലാ മസാലയും ഇട്ട് മസാലയുടെ ടേസ്റ്റ് ആക്കിയാണ് നമ്മൾ കഴിക്കണത് എല്ലാവരും. നമുക്കൊന്ന് മൂടി വെച്ചാലോ ജോലെ? മൂടി വെക്കണം. ഇതൊന്ന് പിടിപ്പിക്കട്ടെ അങ്ങോട്ട്. കളറൊക്കെ മാറി സെറ്റായി. അല്ല സെറ്റായില്ല, വേഗണമില്ല. വെള്ളം ഇറങ്ങട്ടെ. വെള്ളം ഇറങ്ങിയിട്ട് എനിക്ക് പറഞ്ഞാൽ നടുക്കോട്ടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാൻ തോന്നല്ലേ. ഈ ലാസ്റ്റ് 2 സാധനം ഇടാനുണ്ട്. നമ്മുടെ കുരുമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ പാലൊഴിച്ചത് വറ്റിക്കണം. ഇതിപ്പോ ഞാൻ ഇവിടത്തെ അകത്തെ ഫാൻ ഓഫ് ചെയ്തിട്ടേക്കാണ് കേട്ടാ. ഈ ഫാൻ എന്താന്ന് പറഞ്ഞാല് അപ്പുറത്തോട്ടൊക്കെ നല്ല സ്മെല്ല് പോവും. ഈ രാത്രിയാണ് ഇവിടെ. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മണമൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ
വല്ലവരും ഒക്കെ ഉണ്ടെങ്കിൽ ചീത്തയൊക്കെ ഉണ്ടല്ലോ മനസ്സിൽ നമ്മളെ സൗണ്ടിൽ പറയുമെന്നല്ല, മനസ്സിൽ വെറുതെ ചോദിക്കും ഇത് തേങ്ങേണി ഉണ്ടാക്കണം. അവർക്ക് ഈ മസാലയുടെ ടേസ്റ്റ് ഇല്ലല്ലോ, അവര് വേറെ. അതിന് മൂടി വെക്കാൻ പറ്റാം. സോറി, ഒരു കാര്യം മറന്നുപോയി, കോക്കനട്ട് ക്രീമിന്റെ കാര്യം മറന്നുപോയി. ഇത് കലക്കി ഒഴിക്കണം നമുക്ക്, എന്നിട്ട് അതിനകത്ത് കിടന്ന് ഇത് പറ്റി വരണം, അപ്പോഴേ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് ഇതൊന്ന് കലക്കി. ഇവിടുത്തെ ഇത് കണ്ടാ ഇങ്ങനെ ടിന്നിൽ, ഇപ്പൊ നാട്ടിലുണ്ടാവുമായിരിക്കും അല്ലേ, നമുക്ക് ഇവിടെ ഇതാണ് നല്ലത്, എളുപ്പമാണല്ലോ. അപ്പൊ ഇതൊന്ന് കലക്കിയെടുത്തേ ക്യാമറമാൻ, ഗോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നാടകം പറയണല്ലോ. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കോക്കനട്ട് ക്രീം ഇടാം കേട്ടോ. എന്നാ സാധ്യത, നല്ല മണവും കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. ആ ഗരം മസാലയുടെയൊക്കെ പരിപാടി നിർത്തി ഞാൻ എന്താ മറന്നുപോയത്, അത് ക്രീമിന്റെ കാര്യം അല്ലേ, നിങ്ങൾ മറക്കാത്താണ്. അത് ഇളയാള് വിശന്ന് കിടന്ന് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ ചിന്തിച്ചേ ഞാൻ പോയി വിളിച്ച് പറഞ്ഞു ഉറങ്ങല്ലേ. അവക്കാണ് ഇത് താല്പര്യം, ഇഷ്ടം, എന്താണെന്നറിയില്ല. അപ്പൊ അത് സെറ്റായി. ഇനി നമ്മളിതേ നമ്മളെ ഇത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കും. എടി ഇത് കുറച്ച് വെള്ളം വേണ്ടേ, അല്ലെങ്കിൽ ഇത് പിരിയുവാ? ഇല്ല കുഴപ്പമില്ല, പിരിയൊന്നുമില്ല. അത് ഓഫ് ചെയ്തോ. ഇച്ചിരി ഞാൻ അത് പേടിച്ചിട്ട് ഇതേ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കളിക്കണ കളിയല്ലേ, ഇത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും പറ്റിയാലേ ഇതേ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് എന്നാൽ ഇത് അതിനകത്ത് കിടന്ന് അങ്ങനെ വേകുകയും ചെയ്യും. അത് കഴിയുമ്പോൾ ഇത് വറ്റിച്ചെടുക്കാം. പോരാ, ഇച്ചിരിയും കൂടെ വേണം വെള്ളം. ഇത് വെച്ചൊരു ഭാഗ്യ പരീക്ഷണത്തിന് ഞാനില്ല, അതുകൊണ്ടാണ് കേട്ടോ. കണ്ട, ഇപ്പൊ നമ്മുടെ കറിയുടെ കളറേ മാറി അല്ലേ, വേറെ ലെവലായി സാധനം. ഇനി നമുക്ക് ഇതൊക്കെ ഇതിലോട്ട് മുക്കിയിട്ടിട്ട് അങ്ങോട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. അങ്ങോട്ട് ഇതിനകത്ത് ഒരു പുളിയും കൂടെ ഇട്ടാൽ കിട്ടു ടേസ്റ്റ് ആയിരിക്കും. ഇടണ, ഞാൻ ഒന്നും കൂടെ ചോദിക്കുക. തക്കാളി ഉണ്ടല്ലോ, നമുക്ക് തക്കാളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തക്കാളി മതി. എന്നാ വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ മൂടി വെക്കുക. അതെന്താ? അല്ല, ഞാൻ പ്രാർത്ഥിച്ചു നല്ല കറിയായിരിക്കണേ. അയ്യോ. അപ്പൊ ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം അല്ലേ, പെട്ടെന്ന് ആയിക്കോളും. ഓക്കെ. ഇന്ന് ചിഹ്നം കാണിച്ചില്ല. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാട്ടാ. കറക്റ്റ് ടൈമിനാ തുറന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനൊക്കെ ഈ കുക്കിങ്ങിന്റെ കാര്യത്തിൽ ശിശുവാണ്. നന്നായിട്ട് കുക്കിംഗ് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് മറ്റേ ഔട്ട്ഡോർ ഒരു നല്ല ഒരു സെറ്റപ്പ് ആയി കഴിയുമ്പോൾ ഓരോന്നിനെ കൊണ്ടുവരും. അപ്പൊ നാണമൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി നമുക്ക് സെറ്റാക്കാം അല്ലേ. പിന്നല്ല, ഓരോ സ്ഥലത്തെ വെറൈറ്റി കറികൾ. ഇനി നമുക്ക് തുറന്നു വെക്കാം അല്ലേ. തുറന്നങ്ങ് പറ്റുമ്പോ കറക്റ്റ് കഴിയുമ്പോ സംഭവം സെറ്റായി. ലാസ്റ്റ് വേണേ നമുക്കൊരു ഇത്തിരിയും കൂടെ കുരുമുളക് പൊടി ഇട്ടാൽ മാത്രം മതി. അല്ല, പെരിഞ്ജീരകപ്പൊടി ഇടണം, കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇട്ടാൽ കുറച്ച് ഇടാവുള്ളേ. നമ്മൾ പെരിഞ്ജീരകപ്പൊടി ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം പെരിഞ്ജീരകമാണെന്നും പറഞ്ഞിട്ട് അതിന്റെ പാത്രത്തിൽ ഉലുവ പിടിച്ചു വെച്ചേച്ചി. പെരിഞ്ജീരകമാണെന്നും പറഞ്ഞിട്ട് ഉലുവ ചാമ്പി കൊടുത്ത് ലാസ്റ്റ് ഈ ആകാലബായി പോയി. ഇപ്പൊ അപ്പവും
ഞണ്ട് കറിയാണെങ്കിൽ നമ്മൾ ഇത്തിരി ചാറ് വെച്ച് നിർത്തണം. അപ്പോൾ അപ്പത്തിന് നല്ല സൂപ്പറായിരിക്കും. അല്ലാണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു കുഴമ്പ് പോലെ ഇരിക്കണം. ചാറില്ല എന്നാൽ ഡ്രൈയും അല്ല, ആ പരുവത്തിന് ഇരിക്കണം. ഇപ്പൊ എങ്ങനെ കുറച്ച് ചാറ് വെച്ചാലും നാളെ ഇവിടെ തണുപ്പുള്ളത് കൊണ്ട് പിറ്റേ ദിവസം അത് ഡ്രൈ ആയിക്കോളും. ഓക്കെ, വെള്ളം വറ്റട്ടെ അല്ലേ? അതായത് നമ്മുടെ കറി ഇപ്പൊ ഏകദേശം ഫൈനൽ സ്റ്റേജിലോട്ട് ആയിക്കൊണ്ടിരിക്കണ്ടേ. ഇങ്ങനെ ഇതില് വരാൻ തുടങ്ങിയാൽ പിന്നെ തെറിച്ച് പുറത്തോട്ട് വരും. അപ്പൊ അത് നമ്മൾ നോക്കി നമ്മൾ ഓഫ് ചെയ്യണം. ഇനിയിപ്പോ ചെറുതായിട്ട് വലിഞ്ഞോളൂ അല്ലേ? മതിയല്ല നമുക്ക്. അല്ല വെള്ളമില്ല ഇതിലോ, ഗ്രേവി മാത്രമേ വെള്ളത്തിന്റെ അംശമേ ഇല്ല. ഇനി കുറച്ചും കൂടെ വലിയ ഇത് നമ്മൾ ബാക്കി വെച്ചാലേ ഇത് കഴിച്ചു കഴിഞ്ഞ് ഇതല്ലേ പറയേണ്ട കാര്യം. അല്ല, നാളത്തേക്കൊക്കെ വെക്കുമ്പോഴത്തേനും ഇത് ഉള്ളിലോട്ട് ബാക്കിയുള്ളതൊക്കെ വലിച്ചേ ഇത് ഏകദേശം ഡ്രൈ പരുവത്തിനായിക്കോളും. കണ്ടോ? ഇനി നമ്മള് ടേസ്റ്റി, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പരിപാടിയാണത്. ടേസ്റ്റ് അതല്ലേ ഏറ്റവും അല്ലേ ഒരു പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലേ? അതന്നെയല്ല നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനത്തിന്റെ രുചി. അത് ഞാനല്ല പറയേണ്ടത്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയതിന്റെ ഇപ്പൊ വേറെ ഒരാള് വന്നിട്ട് അവരെ കൊണ്ടാണ്. അതുകൊണ്ടല്ലേ പപ്പയ്ക്ക് തന്നെ ഇപ്പൊ ഉണ്ടാക്കി കഴിയുമ്പോ അതിന്റെ ടേസ്റ്റ് വിചാരിച്ചതുപോലെ കിട്ടുമ്പോഴുള്ള ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ. അതുണ്ടല്ലോ ഇല്ലേ? ഓക്കെ, നിർത്തുവാണ്. നമ്മൾ നിർത്തി. ഇനി നമുക്കൊരു നുള്ളു കുരുമുളക് പൊടി ആ ടോപ്പിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വേപ്പിലയും കൂടെയൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചൊക്കെ വെച്ചാൽ നല്ല ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുരുമുളക് പൊടി തീർന്നു കഴിഞ്ഞു. ഓക്കെ, കൊള്ളാട്ടാ, നല്ല മണം. കറി കണ്ടിട്ട് ആരെങ്കിലും കുറ്റം പറയുക? കുറ്റം പറയണേ പറയാം, ഞാൻ പറയണോ? അല്ല, ഇതിന് ടേസ്റ്റ് നോക്കിയാ മതി. കറിയുടെ പവർ എങ്ങനെയുണ്ട്? നമുക്ക് ഒരു പാത്രത്തിലോട്ട് എടുക്കാം അല്ലേ? ആ, പ്ലേറ്റിലോട്ട് എടുക്കാം. ഓക്കെ, അവിടെ നിൽക്കാം. എടുക്ക്. ഞാനിവിടെ എനിക്ക് ഞണ്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പീസ് ഏതാന്നറിയാവോ? ഇതാണ്, ഈ നടുക്കത്തെ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാന്നറിയാവോ? കാലിങ്ങനെ പൊട്ടിച്ച്, അയ്യോ, കാല് പൊട്ടിച്ചിട്ട് അതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ കടിച്ച് പൊട്ടിച്ച് മാറ്റി ആ മാംസം എടുക്കണം. അതാണ് കറക്റ്റ് മാംസം. നീ അതൊന്നും എനിക്ക് മറ്റേത് മതി. കാലൊക്കെ പെറുക്കി ഇടുജോലെ അങ്ങോട്ട്. ഇവൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവളായിട്ട് ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഹോട്ടലിൽ ചെന്നെന്ന് വെച്ചോ, റെസ്റ്റോറന്റിലേ. അപ്പൊ റെസ്റ്റോറന്റിൽ ചെന്ന് കഴിയുമ്പോ പുള്ളിക്കാരി പേരൊക്കെ കേട്ട് വലിയ കാര്യമായിട്ടൊക്കെ ഓർഡർ ചെയ്യും. ഞാൻ സാധാരണ ചോറും ഇത്തിരി കറിയൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് മര്യാദ കഴിക്കുമ്പോ ഇവളുടെ സംഭവം കൊണ്ടുവരും. വായിലോട്ട് വെക്കാൻ കൊള്ളാത്ത സാധനം ഇരിക്കും. എന്നിട്ട് എന്റെ പാത്രത്തിലോട്ട് നോക്കി ഇരുന്ന് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കും. അതാ പരിപാടി. എപ്പോഴും പറ്റാറുണ്ട്. കാലിടണില്ല, കാലിട്. ഇതല്ലേ? ആ, കാലിട്. ആ കാലിങ്ങനെ കാണണം. കണ്ടാ? കണ്ട്. നമ്മൾ അങ്ങോട്ട് ഊർജിതമായിട്ട് പറയേണ്ടത് ടേസ്റ്റ് നോക്കിട്ട് പറഞ്ഞാൽ മതി. സത്യസന്ധമായിട്ട് അഭിപ്രായം പറയും കേട്ടാ. ഇത് കൊള്ളി അല്ലെങ്കിൽ കൊള്ളിയെന്ന് തന്നെ പറയും. ഇപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ചോറ് എടുക്കാം കേട്ടാ. കുറച്ച് ചോറ്. ഒരു സ്പൂൺ ഉണ്ടോ അല്ലെ കൈ കൊണ്ട് എടുക്കാം അല്ലേ? അതെടുത്തോ, കൈ കൊണ്ട്. എന്തായാലും നമ്മളല്ലേ ഉള്ളു. അല്ല, ഇത് ഇച്ചിരി ഗ്രേവി ആയിട്ടുള്ളത് വേണമല്ലോ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. എനിക്ക് കാല് വേണ്ട. കാലൊരെണ്ണം പൊട്ടിക്കണത് കാണിക്കണല്ലേ? കാണിക്കണം. ആ, എടുക്കൊരെണ്ണം. ഈ വലുത് തന്നെ എടുക്കാം. നീ അത് നോക്കി വെച്ചേക്കാ. അങ്ങനെ കളിക്കരുത്. കാല് ഞാൻ ആദ്യം ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ ഇതേവരെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല, സത്യസന്ധമായിട്ട് പറയാം.
സത്യസന്ധമായിട്ട് തന്നെ പറയണം, നല്ല രസമുണ്ട്. തേങ്ങാപ്പാലിന്റെ എന്നിട്ട് വേണമെങ്കിൽ ആ തക്കാളി ഇട്ടതിന് ഇച്ചിരി പുളി കുറവുണ്ട്. 1 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചാൽ അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അതൊന്നൊക്കെ പൊട്ടിച്ചത് അതിന്റെ പൊട്ടിച്ച് കാണിച്ചാലേ. പൊട്ടിക്കാം, ഇതിന് ഭയങ്കര ചൂടാ. ഇത് പൊട്ടിക്കണം. എനിക്കൊക്കെ ജോലി ചിലപ്പോ പൊട്ടിച്ചേരേണ്ടി വരും. എന്റേത് പിന്നെ മിഷ്യത്തിൽ വെക്കണ പോലെ പോയിക്കോളും സാധനം. ആ അത് കണ്ട മാംസം കണ്ട, അതെ ഇതാണ് നീ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലേ. ആ അതാണ് മാംസം കണ്ട, എങ്ങനെയുണ്ട്? മാംസത്തിലൊക്കെ പിടിച്ചിട്ടില്ലേ? ഞണ്ട് തിന്നുമ്പോഴുള്ള ഒരു പ്രശ്നം ഇച്ചിരി റിസ്കിയാണ്. കൈയും കാലും ഒക്കെ വേണം ഇത് കഴിക്കണമെങ്കിൽ. ഇത് ഓരോ ജോയിന്റിന് ഓരോ കടി കൊടുത്താൽ മതി. അപ്പോഴേ അധിക സമയം കളയണ്ട, പപ്പ കാല് പൊട്ടിച്ച്. അല്ല, ഇത് മനുഷ്യരെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ നാണം കിടത്തുന്ന സാധനമാണ് പപ്സും പിന്നെ ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ. അതെ, പപ്സ് ഞാൻ പുറത്തു പോയി കഴിക്കാറില്ല, ഈ മുഖത്തൊക്കെ പറ്റി പിടിച്ച് കണ്ണാടി നോക്കിയില്ലെങ്കിൽ പണി പാറും. അല്ല, എനിക്കിഷ്ടപ്പെട്ട കഷ്ണം ഇതാണ് കേട്ടാ. ഇത് നല്ല ടേസ്റ്റാണത്. അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ മാംസം എടുക്കാൻ പറ്റത്തില്ലേ? കാണിച്ചു കൊടുത്തപ്പോ മൊത്തം മാംസം ഗ്രേവിയൊക്കെ കയറട്ടെ. ഓ, അസാധ്യ ടേസ്റ്റ്. തേങ്ങാപ്പാലും ആ പുളിയൊക്കെ. അപ്പൊ ഇത് വൈൻഡപ്പ് ചെയ്തോ കറി? അപ്പൊ ആ കറി കിട്ടില്ല, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി സാധനം. ഇത് കണ്ടില്ല, കണ്ടിട്ട് തോന്നല്ലോ എനിക്ക് അല്ലേ? നല്ല അടിപൊളി. ഞാൻ പക്ഷെ ആദ്യമായിട്ട് വെക്കുകയാണ് ഞണ്ട് കറി. എന്തായാലും സക്സസ് ആയി. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ഒരു പുളിയും കൂടി ഇടണം കേട്ടോ. ആ മറ്റേ കോക്കനട്ട് ക്രീമൊക്കെ ഇടണ ടൈമില്ലേ, ഒരു പുളി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് ഒന്ന് കുതിർത്തി വെച്ചിട്ട് അതിലോട്ടിട്ട് ആ പുളിയിൽ ഇവൻ വന്നാൽ നല്ല ഇതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതെ, ബൈ ബൈ.